നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെ 10ാമത്തെ ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 118 വരെ നിങ്ങളെ പഠിപ്പിച്ചതാണ്. എന്തായിരുന്നു 118? ഓർമ്മയുണ്ടാവും? എന്താണ് സംഭവം? നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുലെ ഒരു സെക്ഷൻ ഉണ്ട്, ഓർമ്മയുണ്ടോ? അപായകരമായ ആയുധങ്ങളാലോ മറ്റു മാർഗങ്ങളാലോ എന്ത് ചെയ്യുന്നത്? ശരീരത്തിലെ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് എന്ത്? 118 അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ. കൃത്യമായി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചധികം സെക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ 119 എന്ന് പറഞ്ഞാൽ എന്താണ് 119? ഓക്കെ, അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ക്ലാസ് കാണുന്നവരെല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം. കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്ന സെക്ഷൻ 119 എന്ന് പറഞ്ഞാൽ എന്താണ്? 119 എന്ന് പറഞ്ഞാല് സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് 119. എന്താണ്? സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ എന്ത് ചെയ്യുക? ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇപ്പോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ എന്ത് ചെയ്യാമോ അവിടെ കൂടി നടന്നു പോകുന്ന എന്റെ ഒരു എന്റെ കൂട്ടുകാരന്റെ പേര് ഇപ്പോ എന്താണ്? അഖിൽ എന്നാണ് കൂട്ടുകാരന്റെ പേര്. അഖിൽ എന്നാണ് എന്റെ കൂട്ടുകാരന്റെ പേര്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ അഖിലിനെ തട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തിനാണ് തട്ടിക്കൊണ്ടു പോകുന്നത്? അല്ലെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവന്റെ കയ്യിരിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കുന്നതിനും അതുപോലെ തന്നെ അവനെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു കൊലപാതകം ചെയ്യിക്കണം. ഓക്കെ, അപ്പൊ അവന്റെ ഇരിക്കുന്ന സ്വത്ത് തട്ടിയെടുക്കുന്നതിനും അവനെ കൊണ്ട് ഒരു കൊലപാതകം ചെയ്യിക്കുന്നതിനും വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കൂട്ടുകാരനെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 119. ഓക്കെ, സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ശാരീരികമായി പീഡിപ്പിക്കുന്നു, എന്നുവെച്ചാൽ എന്താണ്? അടിക്കുന്നു, ഇടിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവം എന്താണത്? 119 വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറയുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിന് എന്ത് ചെയ്യുക? ഉപദ്രവം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് സെക്ഷൻ 119. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ സ്വമേധയാ ഉപദ്രവിക്കുന്ന ഏതൊരു വ്യക്തിയും 10 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴയും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ 119 അനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായ കുറ്റകൃത്യം ചെയ്യാൻ സഹായിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് നിർബന്ധിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയും എന്താണ്? 10 വർഷം വരെയുള്ള തടവും കൂടാതെ പിഴ ശിക്ഷയും അർഹനാവുന്നതാണ്. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ കൂട്ടുകാരനെ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു. അങ്ങനെ ഉപദ്രവിച്ചത് കാരണം ആ ഒരു പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷ എന്തായിട്ട് മാറും? ജീവപര്യന്തം വരെ തടവോ 10 വർഷം വരെ തടവോ കൂടാതെ പിഴയും കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്ന് പറയുന്നത് 119 2. ഓക്കെ, 119 ഉപവകുപ്പിൽ 2 പറയുന്നത് എന്താണ്? ഞാൻ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ എന്ത് ചെയ്യുന്നു? തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം പ്രസ്തുത വ്യക്തിയെ ഞാൻ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുന്നു. അങ്ങനെ ഉപദ്രവിച്ചിട്ട് അവന് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അല്ലെങ്കിൽ അവന് ശരീരത്തിന് ഗുരുതരമായിട്ടുള്ള രീതിയിൽ പരിക്കേൽപ്പിച്ചാൽ ജീവപര്യന്തം തടവും കൂടാതെ അല്ലെങ്കിൽ ജീവപര്യന്തം തടവോ 10 വർഷം തടവോ കിട്ടുന്നതാണെന്നാണ് നമ്മുടെ 119 ഉപവകുപ്പിൽ 2 പറയുന്നത്. ഓക്കെ, അപ്പൊ 119 എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് സംഭവം? എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ വേണ്ടി ഉപദ്രവിച്ചാൽ അതിനെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 119. ക്ലിയർ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനിയുള്ളതാണ് സെക്ഷൻ 120. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാൻ നിർബന്ധിക്കാനോ ഉപദ്രവിക്കൽ എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താല്, ഞാനിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാനിപ്പോ SI ആണെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ എനിക്കൊരു കേസ് വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു? ആ കേസ് സോൾവ് ചെയ്യണം. പക്ഷെ എത്ര സമ്മതിച്ചിട്ടും എനിക്കറിയാം അവൻ കുറ്റക്കാരനല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എത്ര സമ്മതിച്ചിട്ടും അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ കുറ്റം സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ അവനെ കൊണ്ട് ഇടിച്ച് സമ്മതിപ്പിക്കുകയാണ്. അപ്പോ കുറ്റസമ്മതം നടത്താനോ അല്ലെങ്കിൽ സ്വത്ത് തിരിച്ചു പിടിക്കാനോ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഇപ്പോ നമ്മളെ ബ്ലൈഡ്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഫിനാൻസിനൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഈ പലിശക്ക് പൈസ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ പലിശക്ക് പൈസ കൊടുത്തിട്ട് തിരിച്ചഥവാ പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ചില ആൾക്കാർ എന്ത് ചെയ്യും, ശാരീരികമായി ഉപദ്രവിക്കും. അപ്പൊ സ്വത്ത് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യും, അവരെ നിർബന്ധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും. അങ്ങനെ ചെയ്താൽ സെക്ഷൻ 120 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, വകുപ്പ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പ്രതിയെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കുറ്റസമ്മതം നിർബന്ധപൂർവ്വം ചെയ്യിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വകുപ്പിനകത്ത് ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ അത് 120 BNS സെക്ഷൻ 120 കാര്യം എന്താണ്, കുറ്റസമ്മതം നടത്താൻ അവിടെ എന്ത് ചെയ്യുന്നു, നിർബന്ധിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെ? അത് 120 സ്വത്ത് തിരിച്ചു പിടിക്കാൻ നിർബന്ധമായി അല്ലെങ്കിൽ നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു, സെക്ഷൻ 120 ഓക്കെ, ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാനോ നിർബന്ധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് സെക്ഷൻ 120 വരുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ കുറ്റസമ്മതം എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവം ഈ പറയുന്ന രീതിയിൽ നിർബന്ധിച്ചോ ഉപദ്രവിച്ചോ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ശിക്ഷ എന്താണ്, 7 വർഷം വരെ ആകുന്ന തടവും കൂടാതെ പിഴയും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണേ? ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. വലിയ റിസ്ക് എടുത്തും ടാസ്ക് എടുത്തും ഒന്നും പഠിക്കണ്ട. ഞാൻ ഈ പറയുന്നത് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് ഇതിനകത്ത് തന്നെ ചോദ്യം വരത്തുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞത് 119 പറഞ്ഞു. എന്താണ് 119? സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നതിനോ ഉപദ്രവിക്കുകയാണെങ്കിൽ 119. അതേസമയം 120 ആണെങ്കിൽ കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാനോ നിർബന്ധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് 120. ക്ലിയർ അല്ലേടാ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവും? അതിന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമന്റ്സിലൂടെ അറിയിക്കുക കേട്ടോ. ക്ലാസ് കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒരു കമന്റ് ഇട്ടേക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യം, എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ച് പറയുന്നത് യൂസ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോഴേ എനിക്ക് വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെക്ഷൻ 121 നോക്കാം. 121 എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനെ തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ, സംഭവം മനസ്സിലായില്ലേ? ഒരു പൊതുപ്രവർത്തകനെ തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മുടെ വീടും സ്ഥലവും ഒക്കെ എന്ത് ചെയ്യുന്നു, ഒരു പരാതിന്റെ മേല് അളക്കാനായിട്ട് ഇപ്പോ പഞ്ചായത്തിൽ നിന്ന് ആള് വരെയാണ്. പക്ഷെ സപ്പോസ് ഒരു എക്സാമ്പിൾ, എന്റെ അയൽവാസി എന്റെ സ്ഥലം അല്ലെങ്കിൽ ഈ പറയുന്ന എന്റെ വീടിരിക്കുന്നത് കുറച്ച് ഈ പറയുന്ന സർക്കാർ ഭൂമിയിലാണ് എന്ന് അവർക്കൊരു സംശയം. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, പഞ്ചായത്തിന് പരാതി കൊടുക്കുന്നു. അങ്ങനെ പരാതി കൊടുത്തപ്പോ പഞ്ചായത്തിലെ ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യാണ്, എന്റെ വീടും സ്ഥലവും അളക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, അങ്ങനെ അളക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് അളക്കാൻ വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും അവനെ പിടിച്ച് ഈ പറയുന്ന കോമ്പൗണ്ടിന് വെളിയിലൊക്കെ തള്ളുകയും ചെയ്ത സംഭവം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കി. അത് പൊതുപ്രവർത്തകനെ തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേദനിപ്പിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നതാണ്, അല്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ട്രാഫിക്കിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അനാവശ്യമായി കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥനെ ചീത്ത പറയുന്നു. സംഭവം എന്താണ്? ഒരു പൊതുപ്രവർത്തകനെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുകയാണ്, അല്ലെ? പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിൽ കയറി പിടിക്കുന്നു. സംഭവം എന്താണ്? ഇതൊക്കെയാണ് 121 അവിടെ ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ ഏത് പൊതുപ്രവർത്തകനെ ആയാലും അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് ഏത് വകുപ്പിനകത്ത് വരും? സെക്ഷൻ 121 വരുന്നത്. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിരുന്നു മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ ഇതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? ശിക്ഷ, അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും, ഇങ്ങനെ തടയാൻ ശ്രമിക്കുന്ന ഏതൊരു വ്യക്തിയും 5 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടുന്നതാണ്. ഓക്കെ, 5 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി കിട്ടുന്നതോ ആണെന്ന് പറയുന്നത് 121 ഓക്കെ, എന്നാല് ഈ രീതിയിൽ ഒരു പൊതുപ്രവർത്തകനെ ഗുരുതരമായി ഉപദ്രവിക്കുകയോ ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവർക്ക് 1 വർഷം മുതൽ 10 വർഷം വരെയുള്ള തടവും കൂടാതെ പിഴയും കിട്ടുന്നതാണ്. ഓക്കെ, എന്നുവെച്ചാല് വെറുതെ ഒന്ന് ശ്രമിച്ചതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 5 വർഷം കിട്ടും, 5 വർഷം തടവും പിഴയും കിട്ടും. എന്നാൽ ഗുരുതരമായി പരിക്കേൽപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശിക്ഷ എന്താണ്? 10 വർഷം വരെ ആകുന്ന തടവും പിഴയാണ് ശിക്ഷയായിട്ട് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ഏതൊക്കെ സെക്ഷനാണ്? 119 പറഞ്ഞു. എന്താണ് 119 എന്ന് പറഞ്ഞാല്? 119 നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? 119 സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ ഒരു വ്യക്തി എന്ത് ചെയ്യുക? ഉപദ്രവം ഉണ്ടാക്കുക, അല്ലെ? സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ ഉപദ്രവം ഉണ്ടാക്കിയാണ് 119. 120 എന്താണ്? കുറ്റസമ്മതം, അല്ലെ? കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരിച്ചു പിടിക്കാനോ നമ്മൾ നിർബന്ധിച്ചാൽ ഉപദ്രവിച്ചാൽ അത് 120.
121 എന്താണ്? ഒരു പൊതുപ്രവർത്തകനെ തന്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് അത് 121 ആണ്. അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ശിക്ഷകളും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനിയുള്ളതാണ് 124 ഒന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ഇത് ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മള് 121 കഴിഞ്ഞിട്ട് നമുക്കിനി പഠിക്കാനുള്ളത് 124 ആണ്. ഇത് മാർക്ക് ചെയ്ത് വെച്ചോ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 121 പറയുന്നത് ആസിഡ് അറ്റാക്കിന്റെ കാര്യമുണ്ടല്ലോ. ഈ കാര്യങ്ങൾ ആസിഡ് മുതലായവ ഉപയോഗിച്ചുകൊണ്ട് സ്വമേധയാ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അത് 124 ഒന്നാണ്. പ്രത്യേകമായി പഠിച്ചു വെച്ചേക്കുക. 124 എന്ന് പറഞ്ഞാലും 124 1 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പൊ 124 1 എന്താണ്? ആസിഡ് അറ്റാക്ക്. എന്താണ് സംഭവം? ആസിഡ് അറ്റാക്ക് കേട്ടോ. ആസിഡ് അറ്റാക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ചോദിച്ചാൽ അത് ഏതാണ്? അത് 124 ആണ്. 124 ഒന്നാണ് കേട്ടോ. അപ്പോ ആസിഡ് എറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിന് പൊള്ളലേൽപ്പിക്കുകയോ അല്ലെങ്കിൽ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ഏൽപ്പിച്ചാൽ ഈ വകുപ്പ് പ്രകാരം ശിക്ഷാർഹനാണ്. അതിന്റെ ശിക്ഷ എന്താണെന്ന് അറിയാമോ? ശിക്ഷ വന്നിട്ട് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള തടവ് ശിക്ഷയാണ്. കൂടാതെ കുറ്റകൃത്യത്തിനിരയായ വ്യക്തിയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എത്ര തുക കൊടുക്കേണ്ടി വരുമോ അത്രയും തുക ആ ഒരു പ്രസ്തുത വ്യക്തി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആസിഡ് അറ്റാക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് ഏത്? 124 1. ശിക്ഷയുടെ കാര്യം പറഞ്ഞു. 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴയും കിട്ടുന്നതാണ്. അപ്പോ ഈ കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തിയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി വരുന്ന തുകയും എന്ത് ചെയ്യണം? ഈ പിഴയായിട്ട് വാങ്ങിക്കൊടുക്കേണ്ടതാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 124 1 ആസിഡ് അറ്റാക്ക് ആണ്. ചോദ്യം ചോദിക്കും, ഉറപ്പാണ്. ഓക്കെ, ഇനിയുള്ളത് 124 2. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 124 എന്ന് പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക്. 124 2 എന്ന് പറഞ്ഞാൽ ഈ ആസിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആസിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, അതാണ് പറയുന്നത്. ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് 124 2ആണ്. 124 2ആണ്. ഓക്കെ, അപ്പോ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിക്കുകയോ ചെയ്താൽ 124 2ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് സ്ഥിരമായോ ഭാഗികമായോ ഹാനിയോ വൈരൂപ്യമോ പൊള്ളലോ വ്രണമോ വൈകല്യമോ ദേഹോപദ്രവമോ ഏൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി വ്യക്തിയുടെ മേൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിച്ചാൽ ഏതൊരു വ്യക്തിയും 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവിന് ശിക്ഷിക്കപ്പെടും. എന്നുവെച്ചാല് ഇപ്പൊ ഞാനാണ് ആസിഡ് എറിയുന്നത്. അപ്പൊ എന്റെ ഉദ്ദേശം എന്താണ്? ആ ഒരു വ്യക്തിയുടെ മുഖത്ത് ആസിഡ് എറിയുക എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എറിയുമ്പോ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ട് എന്ത് ചെയ്യുന്നു? മുഖത്ത് കൊള്ളാതെ അടുത്തിരിക്കുന്ന പോസ്റ്റി കൊള്ളുന്നു. അങ്ങനെ പോസ്റ്റി കൊണ്ട് ഒരു തുള്ളി ആസിഡ് കയ്യിൽ വീണാലും മതി. സംഭവം എന്താണ്? ഞാൻ എറിയാൻ ശ്രമിച്ചോ, എന്റെ ഉദ്ദേശം പൊള്ളലേൽപ്പിക്കാന്ന് പറയുന്ന അല്ലേ? അങ്ങനെ ശ്രമിച്ചാല് അത് ഈ പറയുന്ന 124 2 കൃത്യമായി പഠിച്ചു വെച്ചേക്കണേ. ഞാനിത് വീണ്ടും പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അപ്പോ 124 എന്ന് പറഞ്ഞാൽ 124 1 എന്ന് പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക്, 124 2 എന്ന് പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം. അടുത്ത വകുപ്പാണ് 125. ഓക്കെ, 125. അപ്പൊ 124 ആസിഡ് അറ്റാക്ക്, 124 2 ആസിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, 125 എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഈ 125 പിന്നെ 125A ഉണ്ട്. 125A കഴിഞ്ഞിട്ട് 125A ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ഒന്ന് ശ്രദ്ധിക്കുക. 125 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ജീവനോ മറ്റുള്ള വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കോ അപകടമുളവാക്കുന്ന കൃത്യം. എന്താണ്? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടമുളവാക്കുന്ന കൃത്യമാണെന്നുണ്ടെങ്കിൽ അത് 125 ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? പബ്ലിക് റോഡ്, ഇതിപ്പോ പബ്ലിക് റോഡാണ്. ഈ പബ്ലിക് റോഡില് ഈ വ്യക്തി ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവ എന്ത് ചെയ്യുന്നു? ബൈക്ക് എടുത്തിട്ട്, ഇത് ബൈക്കാണ്. ഓക്കെ, ബൈക്ക് എടുത്തിട്ട് അവ എന്ത് ചെയ്യുന്നു? ഫ്രണ്ട് വീലും പൊക്കിയിട്ട് അവ എങ്ങനെ വണ്ടി ഓടിക്കുകയാണ്. ഫ്രണ്ട് വീലും പൊക്കിയിട്ട് അവൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയാണ്. അപ്പൊ ഈ സംഭവം എന്താണ്? ഇവൻ ഇത് റോഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയാണോ? അങ്ങനെ ബൈക്ക് ഓടിക്കണമെങ്കിൽ അവൻ വല്ല റേസ് ട്രാക്കിലും പോയി ബൈക്ക് ഓടിക്കണല്ലേ? ഇത് റോഡാണ്. റോഡിൽ ഈ പറയുന്ന പോലെ ഫ്രണ്ട് വീലും പൊക്കി വണ്ടി ഓടിക്കാൻ പാടുണ്ടോ? അങ്ങനെ വണ്ടി ഓടിച്ചാൽ അത് അവിടെ കൂടി നടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും അപകടമുളവാക്കുന്ന കൃത്യമല്ലേ? അല്ലേ? ആണ്. അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. അപ്പോ ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കോ അപകടമുളവാക്കുന്ന കൃത്യമാണെങ്കിൽ അത് 125 ആണ്. അപ്പൊ നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ 125 വണ്ടി ഓടിക്കാൻ ഒരു കാരണവശാലും പാടില്ല. നമുക്കറിയാം ഓവർ സ്പീഡ് ആണല്ലേ 125 വണ്ടി വെച്ചാൽ 80 km/h സ്പീഡ് എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ 125 km വണ്ടി ഓടിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചർ ആണ്. അങ്ങനെ പഠിച്ചാൽ മതി.
125 കിലോമീറ്ററിൽ വണ്ടി ഓടിക്കാൻ പാടില്ല. കാരണം എന്താണ്? 125 എന്ന് പറഞ്ഞാല് ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടമുളവാക്കുന്ന കൃത്യമാണ് 125. ആ കാര്യത്തിലും വേറെ സംശയമില്ല, ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 3 മാസം വരെ ആകുന്ന തടവും കൂടാതെ 2500 രൂപ പിഴയും കൊടുക്കേണ്ടതാണ്. 3 മാസം വരെ ആകുന്ന തടവും 2500 രൂപ പിഴയുമാണ്. ഓക്കെ, ക്ലിയർ ആണേ? ആ കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനി നോക്കാനുള്ളത് 125 എ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം, ആ ഒരു ഇൻസിഡന്റ് ഓർമ്മയുണ്ടല്ലോ. ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായിട്ടുള്ള സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ, എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ഇൻസിഡന്റ് എന്താണ്? ഇവിടെ ഒരുത്തെന്താ ഇവിടെ ബൈക്കിങ് ഓടിച്ചോണ്ട് പോയാണ്. എന്ത് ചെയ്യുന്നവൻ? അവൻ ഈ പറയുന്ന 125 ഫ്രണ്ട് വീലും പോക്കി റോഡിൽ കൂടി വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ ഓടിക്കുന്ന സമയത്ത് പാവപ്പെട്ട ഒരു ആൾ അവിടെ നിൽക്കുന്നു. അവന്റെ ദേഹത്ത് വണ്ടി ഒന്ന് മുട്ടുന്നു. പക്ഷെ വലിയ അപകടമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും വന്ന് വീഴുന്നതേ ഉള്ളൂ. ചെറിയൊരു ദേഹോപദ്രവമേ അവിടെ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയാൽ ഓക്കെ, 125 എന്ന് പറഞ്ഞാൽ സുരക്ഷ ഉളവാക്കുന്ന അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് എതിരായിട്ടുള്ള കൃത്യം. 125 എ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്ക് അപകടം ഉളവാക്കുന്നത് വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അതുണ്ടായിട്ട് മാറും. അത് 125 എ ആയിട്ട് മാറും. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി എത്ര വർഷം വരെ ശിക്ഷ കിട്ടുമെന്ന് അറിയാമോ? 6 മാസം വരെ ആകുന്ന തടവോ 6 മാസം വരെ ആകുന്ന തടവ് ശിക്ഷയോ 5000 രൂപ വരെ ആകുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നൽകി ശിക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 6 മാസം വരെ ആകുന്ന തടവോ 5000 രൂപ വരെ ആകുന്ന പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യാം? ഒരുമിച്ച് നൽകി ശിക്ഷിക്കാവുന്നതാണെന്നാണ് നമ്മുടെ 125 എയിൽ പറയുന്നത്. അപ്പൊ 125 ഓക്കെയാണ്. 25 നമ്മൾ എന്താണ് പറഞ്ഞത്? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ എന്ത് ചെയ്യുന്നത് ഒരു അപകടം ഉളവാക്കുന്ന കൃത്യമാണെങ്കിൽ അത് 125 എ ആണ്, 125 ആണ് അല്ലെ. എന്നാൽ 125 എ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 125 എ ആണ്. എന്നാൽ 125 ബി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മുടെ PDF-നകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലാസ് കാണുന്ന ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. 125 ബി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ 125 എ പറഞ്ഞ എന്താണ്? സെയിം സാധനം തന്നെയാണ്. 125 എന്ന് പറഞ്ഞാൽ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ. 125 ബി എന്ന് പറഞ്ഞാല് ഇതുവഴി ഈ ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി കഠിനമായ ദേഹോപദ്രവം ഓക്കെ, കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ, ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഈ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു, ഈ പറയുന്ന വ്യക്തിയെ ബൈക്ക് ഇടിക്കുന്നു, അയാളുടെ കൈ പൊട്ടി, കാല് പൊട്ടി. കഠിനമായ ദേഹോപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ പൊട്ടുക, കാല് പൊട്ടുക, മുഖത്തില് എന്തെങ്കിലും കേടുപാട് വരിക, കണ്ണിന്റെ കാഴ്ച പോവുക, ചെവിയുടെ കാഴ്ച പോവുക, പല്ല് പൊട്ടുക, ഇതൊക്കെ എന്താണ്? 125 ബി അല്ലെങ്കിൽ കഠിനമായ ദേഹോപദ്രവമാണ് അല്ലെ. അപ്പോ ഈ പറയുന്ന രീതിയിൽ ജീവനോ മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അത് 125 ബി ആണെന്നുള്ള കാര്യം ആലോചിച്ച് വെച്ചേക്കാം. 125 ബിയുടെ ശിക്ഷ കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ശിക്ഷ വരുന്നത് 3 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷയോ കൂടാതെ എത്ര രൂപ പിഴയെന്നറിയാമോ? 10000 രൂപ പിഴയാണ്. എത്രയാണ്? 10000 രൂപ പിഴയാണ് കേട്ടോ. ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. 125 ബി ആണെന്നുണ്ടെങ്കിൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോഴാണ്. എങ്ങനെ? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുക വഴി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചത് 125 ബി ആണ്. ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷം വരെ ആകുന്ന തടവോ അല്ലെങ്കിൽ 10000 രൂപ പിഴയോ ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളാണ്. 124 തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഒന്ന് റീചെക്ക് ചെയ്യുക, കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 124 ഒന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ആസിഡ് അറ്റാക്ക് ആണ്. നമുക്കറിയാം ആസിഡ് അറ്റാക്ക് ആണ്, ആസിഡ് ആക്രമണമാണ് അല്ലെ. 125 ബി എന്നല്ല. 125 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആസിഡ് വലിച്ചെറിയാൻ ശ്രമിച്ചാൽ 125 2ആണ്. 124 2ആണ്. 125 എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുന്ന ഒരു കൃത്യമാണെങ്കിൽ 125 ആണ്. 125 എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ അപകടം ഉളവാക്കുന്ന ഒരു കണ്ടീഷൻ വഴി ഒരു വ്യക്തിക്ക് ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 125 എ ആണ്. അങ്ങനെ അപകടം ഉളവാക്കുന്ന വഴി ഒരു വ്യക്തിക്ക് കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ അത് 125 ബി ആണ്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റാണേ? ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്? അന്യായമായ തടസ്സപ്പെടുത്തലും അന്യായമായ തടഞ്ഞു വെക്കലും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ എന്താണ് അന്യായമായ തടസ്സപ്പെടുത്തൽ എന്ന് നോക്കാം. ഒരു കാര്യം ഇപ്പോഴേ മനസ്സിലാക്കുക. തടസ്സപ്പെടുത്തലും തടഞ്ഞു വെക്കലും നമുക്ക് പഠിക്കാനുണ്ട്. ഒരിക്കലും തടസ്സപ്പെടുത്തലും തടഞ്ഞു വെക്കലും ഒന്നാണെന്ന് പഠിച്ചു വെക്കരുത്. രണ്ടും രണ്ടാണ്. എന്താണ് ഞാൻ പറഞ്ഞുതരാം.
അപ്പോ 126-1 എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായ തടസ്സപ്പെടുത്തൽ. എന്താണ് 126-1 എന്ന് പറഞ്ഞാൽ? അന്യായമായ തടസ്സപ്പെടുത്തൽ. ഒരു വ്യക്തിയെ അയാൾക്ക് പോകാൻ അവകാശമുള്ള ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ നിന്നും തടയത്തക്ക വിധം സ്വമേധയാ തടസ്സം ഉണ്ടാക്കുന്ന ഏതൊരു വ്യക്തിയും അന്യായമായി തടസ്സപ്പെടുത്തുന്നതായി പറയുന്നു. സംഭവം മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ദിക്ക് എന്ന് പറയുന്ന വാക്ക് പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പോവാൻ അർഹതയുള്ള ദിക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന അന്യായമായ തടസ്സപ്പെടുത്തൽ ചെയ്തതായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അയാൾക്ക് പോകാൻ അവകാശമുള്ള ദിക്കിലേക്ക് പോകുന്നതിൽ നിന്നും തടയത്തക്ക വിധം എന്ന് പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? എനിക്കിപ്പോ എന്റെ മുൻവശത്തോടെ എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിലുള്ള വഴി കൂടി എനിക്ക് നടക്കാനുള്ള അധികാരമാണ്. ആ ഒരു ദിക്കിലൂടെ നടക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അപ്പൊ ആ ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ ഏതെങ്കിലും ഒരു വ്യക്തി തടസ്സപ്പെടുത്തിയാൽ അതെന്താണ് സംഭവം? അത് അന്യായമായ തടസ്സപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഒരു ദിക്കിലേക്ക്, ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നമ്മളെ പോകുന്നതിൽ തടസ്സപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും അന്യായമായ തടസ്സപ്പെടുത്തലായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ ദിക്ക് തടസ്സപ്പെടുത്തൽ 126-1. അപ്പോ ഈ രീതിയിൽ ഈ അന്യായമായ തടസ്സപ്പെടുത്തൽ നടത്തിയാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നതാണ് 126-2. അപ്പൊ എന്താണ് അന്യായമായ തടസ്സപ്പെടുത്തൽ എന്ന് നമ്മൾ 126-1 പറഞ്ഞു. എന്താണ്? ഒരു ദിക്ക് അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? പോവാൻ അർഹതയുള്ള ഒരു ദിക്കിൽ എന്ത് ചെയ്യുന്നു? തടസ്സപ്പെടുത്തിയാൽ അത് അന്യായമായ തടസ്സപ്പെടുത്തലാണ്. എന്നാൽ അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷയാണ് 126-2 എന്ന് പറയുന്നത്. എന്താണ് ശിക്ഷ? 1 മാസം വരെ ആകുന്ന തടവോ 5000 രൂപ വരെ ആകുന്ന പിഴയോ, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചാണ് കേട്ടോ. 1 മാസമാണ്, വർഷമല്ല. 1 മാസം വരെ ആകുന്ന തടവോ അല്ലെങ്കിൽ 5000 രൂപ പിഴയോ ആണ് എന്ത് ചെയ്യുന്നത്? അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷ. അപ്പൊ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ തടസ്സപ്പെടുത്തിയാൽ അത് എന്താണ്? അന്യായമായ തടസ്സപ്പെടുത്തലാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിക്കാനുണ്ടായിരുന്ന തന്നെയാണ്. ഇനിയുള്ളതാണ് 127-1. 127-1 എന്തായിരിക്കും? തടഞ്ഞു വെക്കൽ. അപ്പോ 126-1 എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സപ്പെടുത്തൽ, തടസ്സം അല്ലെ, തടസ്സപ്പെടുത്തൽ. തടസ്സം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ നിന്നും നമ്മളെ തടഞ്ഞാൽ അത് 126-1 അല്ലെങ്കിൽ തടസ്സപ്പെടുത്തലാണ്. എന്നാൽ 127-1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തടഞ്ഞു വെക്കലാണ്. തടഞ്ഞു വെക്കൽ. ഓക്കെ, തടഞ്ഞു വെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പരിധി വലയത്തിൽ നിന്നും പുറത്തു പോകുന്നതിൽ തടഞ്ഞാൽ അല്ലെങ്കിൽ തടസ്സം സൃഷ്ടിച്ചാൽ ഏതൊരാളും ആ വ്യക്തിയെ തടഞ്ഞു വെക്കുന്നതായി പറയപ്പെടുന്നു. എക്സാമ്പിൾ, നമ്മുടെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകാൻ നേരത്ത് നകുലം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് മൺചിത്രത്താഴില്. അല്ല ഇപ്പൊ പോണ്ട എന്ന് പറയും അല്ലെ. എന്താ ഞാൻ പോയാല് അയോഗ്യ നായേ എന്തൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് ഉണ്ടല്ലേ. അപ്പോ അല്ലിക്ക് ആഭരണം എടുക്കാൻ വേണ്ടി നമ്മുടെ ശോഭന പോകാൻ നേരത്ത് നകുലൻ അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നത് എന്താണ്? അല്ലി ഇപ്പൊ പോണ്ട. അങ്ങനെ അന്യായമായി അല്ലിയെ തടഞ്ഞു വെക്കാൻ അർഹതയുണ്ടോ? ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പരിധി വലയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പറയുന്ന പരിധി വലയം ആ പറയുന്ന ശോഭനയിലെ വീടാണ് അല്ലെ, ആ മുറിയാണ്. അപ്പോ ആ വീടിൽ നിന്നും പുറത്തു പോകരുത് എന്ന് ആര് പറയുന്നു? ഈ പറയുന്ന നകുലൻ പറയുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി പറയുന്നു. അങ്ങനെ പറയാൻ സുരേഷ് ഗോപിക്ക് അർഹതയുണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞാൽ അതെന്തായിട്ട് മാറും? അന്യായമായ തടഞ്ഞു വെക്കലായിട്ട് കൺസിഡർ ചെയ്യും. 127-1 കൺസിഡർ ചെയ്തുകൊണ്ട് സുരേഷ് ഗോപിയെ നമ്മൾ എത്ര വർഷം ശിക്ഷിക്കുമെന്ന് പറയുന്നതാണ് 127-2 അല്ലെങ്കിൽ തടഞ്ഞു വെക്കൽ എന്നുള്ള ശിക്ഷ. എന്താണെന്ന് അറിയാമോ? 1 വർഷം വരെയാകുന്ന തടവോ 5000 രൂപ പിഴയോ ആണ്. 1 വർഷം വരെയാകുന്ന തടവോ 5000 രൂപ പിഴയോ. ഇപ്പൊ ഏകദേശം ഈ പറയുന്ന തടസ്സപ്പെടുത്തലും അതുപോലെ തന്നെ തടഞ്ഞു വെക്കലും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? തടസ്സപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 126-1 ആണ്. തടസ്സപ്പെടുത്തലിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നത് 126-2 ആണ്. തടസ്സപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ നമ്മളെ തടഞ്ഞാൽ അത് തടസ്സപ്പെടുത്തലാണ്. ഓക്കെ, എന്നാൽ തടഞ്ഞു വെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തടഞ്ഞു വെക്കല് ഒരു പരിധി വലയത്തിനുള്ളിൽ, ഒരു പരിധി വലയത്തിന് പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിക്ക് വെളിയിൽ പോകരുത്. ഈ മുറിയിലെ വെളിയിൽ പോയാൽ നിന്റെ കാലടിച്ചു പിടിക്കും, ഈ വീടിന് വെളിയിൽ പോയാൽ നിന്റെ കാല് ഞാൻ അടിച്ചു പിടിക്കും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അത് 127-2 അല്ലെങ്കിൽ 127-1 എന്ത്? തടഞ്ഞു വെക്കൽ. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 127-2. ഓക്കെ, അപ്പോ ഒരു പരിധി വലയം വിട്ട് വെളിയിൽ പോകരുതെന്ന് വിലക്കുന്നത് 127 തടഞ്ഞു വെക്കലാണ്. ഒരു ദിക്കിലേക്ക് പോകുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തലാണ്. നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ദിക്കിലേക്ക് പോകുന്നത് തടസ്സപ്പെടുത്തുക, മുറിയിലേക്ക് വെളിയിൽ പോകുന്ന അല്ലെങ്കിൽ ഒരു പരിധി വലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് എന്ത് ചെയ്യുക? തടഞ്ഞു വെക്കുക. ഓക്കെ, ആ രീതിയിൽ പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ പഠിച്ചത് 124 പറഞ്ഞു. എന്താണ്? ആസിഡ് അറ്റാക്ക്. 124-2 എന്ന് പറഞ്ഞാൽ ആസിഡ് വലിച്ചെറിയാൻ ശ്രമിച്ചാൽ.
125 എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷയ്ക്കോ അപകടം ഉളവാക്കുന്ന കൃത്യം. എക്സാമ്പിൾ ഓർമ്മയുണ്ട്. 125 എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഉളവാക്കുന്നത് വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ. 125 ബി എന്ന് പറഞ്ഞാൽ കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ. അടുത്ത് 126 എന്ന് പറഞ്ഞാൽ അന്യായമായ തടസ്സപ്പെടുത്തൽ ദിക്കിലേക്ക് പോകുന്ന തടഞ്ഞു വയ്ക്കുന്നു അല്ലെ. 126 2 പറഞ്ഞാൽ എന്താണ്? ശിക്ഷ. നമുക്കറിയാം 1 മാസം 5000. 127 എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായ തടഞ്ഞു വയ്ക്കൽ. ഒരു വ്യക്തിയെ ഒരു നിശ്ചിത പരിധി വലയത്തിൽ നിന്നും പുറത്തു പോകുന്നത് എന്താണ്? തടയത്തക്ക വിധത്തിൽ എന്തെങ്കിലും ചെയ്താൽ അത് തടഞ്ഞു വയ്ക്കലാവുന്നു. ശിക്ഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 വർഷം വരെ ആകുന്ന തടവും 5000 രൂപ പിഴയും. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യം ഇത്രയും സമയം എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് അത്രയും മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് 127(3) ആണ് കേട്ടോ. 127(3) ഒന്ന് ശ്രദ്ധിച്ചേ. 3 അതിലധികം ദിവസത്തേക്ക് അന്യായമായി തടഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തടഞ്ഞു വെക്കലിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ആ തടഞ്ഞു വെക്കുന്നത് 3 അതിലധികം ദിവസത്തേക്ക് തടഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ പറയുന്ന ഗംഗയെ മുറിക്കകത്ത് 3 4 ദിവസം എന്ത് ചെയ്യുന്നു? പൂട്ടിയിടുന്നു. അങ്ങനെ പൂട്ടിയിട്ടാൽ എന്താണ്? അത് 127(3) ആണെന്ന് കൂടി മനസ്സിലാക്കുക. അങ്ങനെ പൂട്ടിയിട്ടാൽ 3 വർഷം വരെ ആകുന്ന തടവ് അല്ലെ. 3 അതിലധികമോ ദിവസം ഒന്നല്ലേ. അപ്പോ 3 വർഷം വരെ ആകുന്ന തടവോ 10,000 രൂപ പിഴയാണ് എന്ത് ചെയ്യുന്നത്? ശിക്ഷയായി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കും കേട്ടോ. അപ്പൊ 3 ദിവസം വരെ ഏതെങ്കിലും ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? അന്യായമായി തടഞ്ഞു വെച്ചാൽ അത് ഈ പറയുന്ന 127(3) ആവുന്നു. 3 വർഷം വരെ ആകുന്ന തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. എന്നാൽ എന്താണ് 127(4) എന്ന് പറഞ്ഞാൽ? അത് 10 വർഷത്തിലേക്ക് അല്ലെ 10 വർഷത്തിലോ അതിലധികമോ ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നു? അന്യായമായി തടഞ്ഞു വെച്ചാൽ അത് 127(4) 127(4). സംഭവം എന്താണ്? 10 അതിലധികമോ ദിവസത്തേക്ക് അന്യായമായി തടഞ്ഞു വെക്കൽ. അങ്ങനെ ചെയ്താലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 5 വർഷമാണ് കേട്ടോ. ഇതിന്റെ പകുതി നോക്കിയാൽ മതി. 10 ÷ 2 എത്രയാണ്? 5. 5 വർഷം വരെയാണ് തടവോ 10,000 രൂപ വരെയുള്ള പിഴയോ രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യും? 127ന്റെ ശിക്ഷയായിട്ട് 127(4)ന്റെ ശിക്ഷയായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. എന്നാൽ എന്താണ് 127(5) എന്ന് പറഞ്ഞാല്? മോചനത്തിനായിട്ട് റിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അന്യായമായി തടഞ്ഞു വെച്ചാൽ. എന്ന് വെച്ചാൽ സംഭവം എന്താണ് റിട്ട് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ മോചനത്തിന് വേണ്ടിയിട്ടുള്ള റിട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് റിട്ട്? ഹേബിയസ് കോർപ്പസ് ആണ് അല്ലെ. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അന്യായമായി തടഞ്ഞു വെച്ചേക്കുന്നു. അപ്പോൾ കോടതിയുടെ ഉപദേശപ്രകാരം കോടതി എന്ത് ചെയ്യുന്നു? റിട്ട് പുറപ്പെടുവിക്കുന്നു, ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഹേബിയസ് കോർപ്പസ് പ്രകാരം എന്ത് ചെയ്യുന്നു? ആ പ്രസ്തുത വ്യക്തിയെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാനായിട്ട് പറയുന്നു. അപ്പോ അങ്ങനെ റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആ വ്യക്തി എന്ത് ചെയ്യുന്നു? വീണ്ടും തടഞ്ഞു വെക്കുകയാണ്. അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ഒരാളെ അന്യായമായി തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരാളും കുറ്റക്കാരനാണ്. അപ്പൊ ഈ അധ്യായത്തിലെ മറ്റേതെങ്കിലും വകുപ്പ് പ്രകാരം അർഹനാവുന്ന തടവിന് പുറമെ 2 വർഷത്തോളമാകുന്ന ശിക്ഷ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാല് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് പല ശിക്ഷകൾ പറയുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 10 വർഷത്തിന് ശിക്ഷ പറയുന്നുണ്ട്, 5 വർഷത്തിന് ശിക്ഷ പറയുന്നുണ്ട്, അത് 1 മാസത്തിന് ശിക്ഷ പറയുന്നുണ്ട്, 3 മാസത്തിന് ശിക്ഷ പറയുന്നുണ്ട്. അപ്പൊ ഏത് ശിക്ഷയാണെങ്കിലും എന്ത് ചെയ്യുന്നു? കോടതി അയാളെ ഹാജരാക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ 10 വർഷത്തിന് കൂടെ നമ്മൾ എന്ത് ചെയ്യും? 2 വർഷം കൂട്ടും. 5 വർഷത്തിന്റെ കൂടെ നമ്മൾ 2 വർഷം കൂട്ടും. 1 മാസത്തിന്റെ കൂടെ 2 വർഷം കൂട്ടും. 3 മാസത്തിന്റെ കൂടെ 2 വർഷം കൂട്ടും. മനസ്സിലായില്ലേ? കോടതി റിട്ട് പുറപ്പെടുവിച്ചിട്ടും അയാളെ ഹാജരാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് 127(5) ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് മോചനത്തിനായിട്ട് റിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അന്യായമായി തടഞ്ഞു വെക്കുന്ന വകുപ്പായി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു? 127(5) എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ അയാളെ 2 വർഷത്തേക്ക് കൂടി ഏത് കേസാണോ ഉള്ളത് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? +2 years കൂടി നമ്മൾ എന്ത് ചെയ്യും? അയാളെ പിടിച്ച് ജയിലിനകത്തിടുന്നതാണ്. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? സെക്ഷൻ 127(5) എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? 127(5)ഉം ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി 120 ഈ പറയുന്ന തടഞ്ഞു വെക്കലും തടസ്സപ്പെടുത്തലും ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ക്ലിയർ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. 126 എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സപ്പെടുത്തൽ. ഒരു ദിക്കിലേക്ക് അല്ലെ ഒരു ദിക്കിലേക്കോ ദിശയിലേക്കോ പോകുന്നതിന് നമ്മളെ തടഞ്ഞു വെച്ചാൽ അത് എന്താണ്? അത് തടസ്സപ്പെടുത്തലായി കണക്കാക്കും. അതിന്റെ ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 126(2). ശിക്ഷ നമുക്കറിയാം 1 മാസം 5000. 127 എന്ന് പറഞ്ഞാൽ എന്താണ്? തടഞ്ഞു വെക്കൽ. ഒരു പരിധി വലയത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന തടഞ്ഞു വെച്ചാൽ തടഞ്ഞു വെക്കലായി കൺസിഡർ ചെയ്യുന്നു. 127(2) എന്ന് പറഞ്ഞാൽ എന്താണ്? ശിക്ഷ 1 വർഷം 5000 രൂപ പിഴ. എന്നാൽ 127(3) എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? 3 അതിലധികമോ ദിവസത്തേക്ക് തടഞ്ഞു വെച്ചാൽ എത്ര വർഷം എടുക്കേണ്ടി വരും? 3 വർഷം എടുക്കണം, 10,000 രൂപയും കൊടുക്കണം. എന്നാൽ 127(4) എന്ന് പറഞ്ഞാൽ എന്താണ്? 10 അല്ലെങ്കിൽ 10 അതിലധികമോ ദിവസമോ തടഞ്ഞു വെച്ചാൽ എന്താണ്? 127(4) ആണ്. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി 5 വർഷം വരെ ആകുന്ന തടവോ 10,000 രൂപ പിഴയോ നമ്മൾ കൊടുക്കേണ്ടി വരും. 127(5) എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? മോചനത്തിനായി റിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നിട്ടും അയാളെ കൊണ്ടെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് 127(5) ആണ്. അങ്ങനെ ചെയ്താൽ ഏത് ശിക്ഷയാണോ കൊടുക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? 2 വർഷം കൂടി ശിക്ഷ നമ്മൾ അധികമായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ ആ കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കും.
ഇനിയുള്ളതാണ് 127(6). 127(6) ഇതിനകത്ത് പറയുന്നത് രഹസ്യമായിട്ടുള്ള അന്യായമായ തടഞ്ഞു വെക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പോ ഏതെങ്കിലും ഒരാളെ തടഞ്ഞു വെക്കൽ അപ്രകാരം വെച്ചാല് സംഭവം പോലീസ് ഇപ്പൊ എന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ്, എന്നെ പോലീസിന്റെ മുമ്പിൽ എത്തിക്കരുത് എന്ന് പറയുന്ന ഉദ്ദേശത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി എന്നെ പിടിച്ച് റൂമിനകത്ത് പൂട്ടിയിടുന്നത്. അങ്ങനെ ചെയ്താൽ അത് 127(6) സംഭവം മനസ്സിലായില്ലേ? രഹസ്യമായിട്ട് ഒരു പബ്ലിക് സർവന്റിന്റെ കണ്ണിൽ ഒരിക്കലും പെടരുത് എന്ന് പറയുന്ന രീതിയിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, രഹസ്യമായിട്ടും അന്യായമായും പറഞ്ഞു വെച്ചാൽ അത് 127(6) എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ഇതിനകത്ത് പറയുന്നത്. എന്നാണ്, ഏതെങ്കിലും പബ്ലിക് സർവന്റിന്റെ അറിയരുത് അല്ലെങ്കിൽ അങ്ങനെ തടഞ്ഞു വെക്കുന്ന സ്ഥലം ഇതിനു മുമ്പ് പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും ആളോ പബ്ലിക് സർവന്റോ അറിയുകയും കണ്ടുപിടിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്യുന്നു, അയാൾ അന്യായമായി തടഞ്ഞു വെച്ചാൽ ഏതൊരാളും കുറ്റക്കാരനാണെന്ന് പറയുന്നതാണ് 127(6). സിമ്പിൾ ആണ്, ക്ലിയർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ പല കേസുകളാണെന്നേ ഉള്ളൂ. ഓക്കെ, 127(6) വരെ വന്നതും പല കേസുകളാണ് അല്ലെ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരാളെ തടഞ്ഞു വെക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 3 മാസം തടഞ്ഞു വെക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, 3 മാസമല്ല 3 ദിവസം തടഞ്ഞു വെക്കുന്നു, പിന്നെ 10 ദിവസം തടഞ്ഞു വെക്കുന്നു അല്ലെ. പിന്നെ കോടതിയുടെ റിട്ട് വന്നിട്ട് അയാളെ തടഞ്ഞു വെക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഒരു പബ്ലിക് സർവന്റിന്റെ കൺമുമ്പിൽ പെടരുത് എന്ന് പറയുന്ന ഉദ്ദേശത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും തടഞ്ഞു വെക്കുന്നു. അങ്ങനെ പല കേസുകളാണ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. 127(6) എന്ന് പറഞ്ഞാൽ എന്താണ്, രഹസ്യമായും അതുപോലെ തന്നെ അന്യായമായിട്ടുള്ള തടഞ്ഞു വെക്കലാണ് 127(6). ഓക്കെ, 127 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു വസ്തു ഭയപ്പെടുത്തി അപഹരിക്കുകയോ നിയമവിരുദ്ധമായ കൃത്യത്തിന് നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്യായമായി തടഞ്ഞു വെക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ എന്റെ കയ്യിൽ ഇപ്പൊ ഒരു വസ്തു ഇരിപ്പുണ്ട്. അപ്പോൾ എന്റെ കയ്യില് ഇപ്പൊ ഒരു ഡയമണ്ട് മോതിരം ഇരിപ്പുണ്ടെന്ന് വെച്ചോളൂ. ഇതിപ്പോ ഡയമണ്ട് മോതിരം. ഓക്കെ, എന്റെ കയ്യില് ഇപ്പൊ ഇത് ഡയമണ്ട് മോതിരമാണേ. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ഡയമണ്ട് മോതിരമുണ്ട്. ഈ മോതിരം ഞാൻ എന്ത് ചെയ്യാണ്, ഒളിപ്പിച്ച് വെച്ചേക്കണം. നല്ല വിലയുള്ള ഒരു 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് മോതിരമാണിത്. അപ്പൊ ഈ മോതിരം ഞാൻ ഒളിപ്പിച്ച് വെക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന വസ്തു എന്റെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി അപഹരിക്കുന്നതിനോ നിയമവിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ നിർബന്ധിക്കുന്നതിനോ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, എന്നെ തടഞ്ഞു വെക്കുന്നു. മനസ്സിലായില്ലേ? എന്റെ കയ്യിരിക്കുന്ന ഏതെങ്കിലും വിലയുള്ള സാധനം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിയമവിരുദ്ധമായി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യുന്നു, എന്നെ തടഞ്ഞു വെക്കുന്നു. അങ്ങനെ തടഞ്ഞു വെച്ചാൽ അത് 127(7) ഓക്കെ. ഒരു വസ്തു ഭീഷണിപ്പെടുത്തി അപഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ എന്നെ തടഞ്ഞു വെക്കുന്നു. അങ്ങനെ തടഞ്ഞു വെച്ചാൽ 127(7). അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 3 വർഷത്തോളമാകുന്ന തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ്. 3 വർഷത്തോളമാകുന്ന തടവ് ശിക്ഷയും കൂടാതെ പിഴയും ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ 127(7) എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തു ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനോ നിയമവിരുദ്ധമായ കൃത്യത്തിനോ നിർബന്ധിക്കുന്നതോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തടഞ്ഞു വെക്കൽ. അങ്ങനെ ചെയ്താല് 3 വർഷം വരെ ആകുന്ന തടവോ കൂടാതെ പിഴയും കിട്ടുന്നതാണെന്നാണ് നമ്മുടെ BNS പറയുന്നത്. ആ ഒരു കാര്യത്തിലും വലിയ കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയുള്ളത് 127(8) എന്ന് പറയുന്ന കേസാണ്. 127(8) എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങുകയോ ഭയപ്പെടുത്തിക്കൊണ്ട് കുറ്റസമ്മതം വാങ്ങുകയോ വസ്തു തിരികെ കൊടുക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അന്യായമായ തടഞ്ഞു വെക്കൽ. നമ്മൾ മനസ്സിലായില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾ എന്ത് ചെയ്യുന്നു, ഒരു കുറ്റസമ്മതം നടത്തുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു, അന്യായമായി തടഞ്ഞു വെക്കുന്നു. അല്ലെങ്കിൽ അയാളെ സ്വത്ത് തിരിച്ച് കണ്ടുകെട്ടുന്നതിന് വേണ്ടിയിട്ട് അയാൾ അന്യായമായി തടഞ്ഞു വെക്കുന്നു. അങ്ങനെ തടഞ്ഞു വെച്ചാൽ അത് 127(8). അതാണ് പറയുന്നത്, ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ വസ്തു തിരികെ കൊടുക്കുന്നതിന് നിർബന്ധിക്കുന്നതിന് വേണ്ടിയിട്ടോ എന്ത് ചെയ്യുന്നു, അന്യായമായി തടഞ്ഞു വെച്ചാൽ അത് 127(8) പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും 3 വർഷത്തോളമാകുന്ന തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണ്. എന്റെ കൂടെ പിടിച്ചോണം. 119 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു സംഭവം? 119 സ്വത്ത് തട്ടിയെടുക്കൽ അല്ലെ. അതിനകത്ത് പറഞ്ഞെന്തായിരുന്നു? സ്വത്ത് തട്ടിയെടുക്കുന്നതിനോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നതിനോ എന്ത് ചെയ്യുക, ഉപദ്രവിച്ചാൽ അത് 119 ആണ്. 120 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. കുറ്റസമ്മതം നടത്താനോ സ്വത്ത് തിരികെ പിടിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് 120 ആണ്. എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. 121 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതുപ്രവർത്തകനെ കർത്തവ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേദനിപ്പിക്കുകയോ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയോ ചെയ്താൽ അത് 121 ആണ്. എന്നാൽ എന്താണ് 121 കഴിഞ്ഞിട്ട് 124? ആസിഡ് അറ്റാക്ക് അല്ലെ. 124 1 എന്ന് പറഞ്ഞാലും 124 എന്ന് പറഞ്ഞാലും ആസിഡ് അറ്റാക്ക് ആണ്. 124 2 എന്ന് പറഞ്ഞാൽ ആസിഡ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ 124 2 ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ 124 ശേഷം നമ്മൾ നോക്കി എന്താണ്? 125 ആണ് അല്ലെ. 125 പറഞ്ഞെന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സുരക്ഷിതത്വം
അപകടം ഉളവാക്കുന്ന ഒരു കൃത്യമാണെങ്കിൽ 125 എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ. 125 1 പറഞ്ഞു, 125 എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി വഴി ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 125 ആണ്. അങ്ങനെ ചെയ്യുന്നത് വഴി കഠിനമായ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ 125 B ആണ്. ശിക്ഷയും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്. 126 എന്ന് പറഞ്ഞാൽ എന്താണ്? 126 1 അന്യായമായ തടസ്സപ്പെടുത്തൽ 126 1. എന്നാൽ അന്യായമായ തടസ്സപ്പെടുത്തലിനുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് 126 2. 127 എന്ന് പറഞ്ഞാൽ എന്താണ്? അന്യായമായ തടഞ്ഞു വെക്കൽ. അന്യായമായ തടഞ്ഞു വെക്കലിന്റെ ശിക്ഷയാണെങ്കിൽ 127 2. പിന്നെ നമ്മൾ ഈ തടഞ്ഞു വെക്കലിന്റെ കുറച്ച് ഉപവകുപ്പുകളാണ് പറഞ്ഞത്. ഈ തടഞ്ഞു വെക്കുന്നത് 3 അതിലധികമോ ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 127 3. എന്നാൽ ഈ തടഞ്ഞു വെക്കുന്നത് 10 അതിലധികമോ ദിവസമാണെങ്കിൽ അത് 127 4. എന്നാൽ ഈ തടഞ്ഞു വെക്കുന്നത് മോചനത്തിനായിട്ടുള്ള റിട്ട് പുറപ്പെടുവിച്ചതിന് ശേഷം വീണ്ടും തടഞ്ഞു വെച്ചാൽ 127 5. എന്നാൽ ഈ തടഞ്ഞു വെക്കുന്നത് രഹസ്യമായിട്ടുള്ള അന്യായമായ തടഞ്ഞു വെക്കൽ, ഒരു പബ്ലിക് സർവന്റിന്റെ കണ്ണിൽ പെടരുത് എന്നുള്ളൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് 127 6. എന്നാൽ 127 7 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു ഭയപ്പെടുത്തി അപഹരിക്കുന്നതിനോ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യത്തിൽ നിർബന്ധിക്കുകയോ ചെയ്താൽ അതിനു വേണ്ടിയിട്ടുള്ള തടഞ്ഞു വെക്കലാണെങ്കിൽ 127 7. എന്നാൽ 127 8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയപ്പെടുത്തി കുറ്റസമ്മതം വാങ്ങുകയോ വസ്തു തിരികെ കൊടുക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തടഞ്ഞു വെക്കലാണെങ്കിൽ 127 8 എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുമായി രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.